ഇപ്പോൾ KC ആണെങ്കിൽ എങ്ങനെ VD സതീശനെയും എങ്ങനെ രമേശ് ചെന്നിത്തലയും സെറ്റിൽ ചെയ്യും എന്ന് പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ഈ ഫോർമുലകളെ കുറിച്ചുള്ള എന്തൊക്കെ സൂചനകൾ വരുന്നുണ്ട്? ഇപ്പോൾ ഒരാളായാൽ മറ്റു രണ്ടുപേരുടെ കാര്യം എങ്ങനെ? അതല്ല, VD സതീശൻ മന്ത്രിസഭയിലേക്ക് മന്ത്രിയാകാനേ ഇല്ല, പറവൂർ MLA ആയി തുടരും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഹരിപ്പാട് MLA ആയി തുടരും, മറ്റ് പദവികളിലേക്ക് വരില്ല. അങ്ങനെ കടുംപിടുത്തം കൂടി ഉണ്ടോ? അതുകൂടി ഒരു പ്രതിസന്ധി ആകുന്നുണ്ടോ? എന്തും സംഭവിക്കാമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കാരണം വിട്ടുവീഴ്ചകൾ ആരും തയ്യാറല്ല എന്നതാണ് ഈ ചർച്ചകൾക്ക് തൊട്ടു മുമ്പ്, നമ്മളൊരു അരമണിക്കൂറൊക്കെ മുമ്പ് ഈ മൂന്ന് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട, മൂന്ന് നേതാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വസ്തരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്മാറാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തിനു പിന്മാറണം? കാരണം തന്നെ അപമാനിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണ തനിക്കുണ്ട്. MLA മാർ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായൊരു ശൈലി അനുസരിച്ച് ഇപ്പോൾ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമാണ് ഏറ്റവും വലിയ ഘടകമായി എടുക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തനിക്ക് ഭൂരിപക്ഷമുണ്ട്, എന്തിന് താൻ പിന്മാറണമെന്നാണ് KCയുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങൾ ചോദിക്കുന്നത്. സമാനമായ രീതിയിൽ ഈ പട നയിച്ചവൻ പടനായകൻ ഈ നേതൃത്വത്തിലേക്ക് വരണം എന്നൊരു നിലപാട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം കേരളത്തിൻ്റെ മികച്ച പ്രതിപക്ഷ നേതാക്കൾ ഒരാളെന്ന പേര് കേട്ടതാണ്. ടീം UDF എന്ന ഒരു ബ്രാൻഡ് അദ്ദേഹം ബിൽഡപ്പ് ചെയ്തതാണ്. സർവോപരി നിലപാടുകളിലൂടെ ജനപിന്തുണ ആർജിച്ച ഒരു നേതാവ് കൂടിയാണ് VD സതീശൻ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ക്ലെയിം ശക്തമായി തന്നെ ഉണ്ട്. ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം സീനിയോറിറ്റി ഈ രണ്ട് നേതാക്കളെക്കാളും പാർട്ടിയിൽ സീനിയറാണ്. 19 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രവർത്തക സമിതിയിൽ അംഗമായ നേതാവ് കൂടിയാണ്. അതൊക്കെ കാരണം അദ്ദേഹത്തിനെയും സ്വാഭാവികമായും കഴിഞ്ഞ തവണ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഇത്തവണ തെരുവിൽ ഫ്ലെക്സിലുമൊക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് പാർട്ടിയുടെ ലൈനിനോടൊപ്പം നിന്ന നേതാവാണ് താൻ എന്ന ഒരു അവകാശവാദം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ നേതാക്കൾ ആര് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുകയാണെങ്കിൽ മാറുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മാറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നിലവിൽ അങ്ങനെ മാറുകയാണെങ്കിൽ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? KC വേണുഗോപാലിന് അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം MP ആയി തുടരും, സംഘടനാ ജനറൽ സെക്രട്ടറി ആയി തുടരും. VD സതീശൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ഉപമുഖ്യമന്ത്രിയായി VD സതീശൻ വരുമോ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അവിടെ സ്വാഭാവികമായും ഇല്ല എന്ന ഉത്തരം തന്നെയാണ് VDയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അദ്ദേഹം പറവൂർ MLA ആയി ഇരിക്കാനായിരിക്കും അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് ആ ക്യാമ്പ് വ്യക്തമാക്കുന്നത്. പോകാനുള്ള സാധ്യതയുണ്ട്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, കേരളത്തിലും നേരത്തെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് പല രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറേണ്ടി വന്നതുമൊക്കെ ആണെങ്കിലും ഒരു ടേം സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വൈഡായി ചിന്തിക്കേണ്ടതുണ്ടോ? വൈൽഡായി ചിന്തിക്കുകയാണെങ്കിൽ പലതും ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഒരു ചെറിയ ടേം രമേശ് ചെന്നിത്തല ഇരിക്കട്ടെ, പിന്നീട് മറ്റാരെങ്കിലും വരട്ടെ, അങ്ങനെയൊക്കെ പറയാമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകിച്ച് ഈ അവസാന നിമിഷം അത്തരം ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഒരു ടേം വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ ടേം വ്യവസ്ഥ കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപിക്കില്ല എന്ന കാര്യം മാത്രം നമുക്ക് ഉറപ്പിച്ച് പറയാം. നേതാക്കൾക്കിടയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുകയാണെങ്കിൽ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ പ്രതിസന്ധി ഒരുപക്ഷെ പരിഹരിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഏതായാലും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നത്. രാജസ്ഥാനിലെ ഉദാഹരണമുണ്ട്, നേരത്തെ മധ്യപ്രദേശിലെ ഉദാഹരണമുണ്ട്, അങ്ങനെ പലയിടത്തെ ഉദാഹരണമുണ്ട്. ഈ ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദത്തിൽ കർണാടകത്തിൽ തുടരുന്നു. DK ശിവകുമാറാണ് മുഖ്യമന്ത്രി ആകേണ്ടത്, അദ്ദേഹമാണ് നയിച്ചത് എന്ന വികാരം പലർക്കുമുണ്ട്, പല നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. പക്ഷേ DK ശിവകുമാർ ഇപ്പോഴും മുഖ്യമന്ത്രി ആകാനായി ഡൽഹി കർണാടക യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അക്കാര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് എന്നാൽ ഞങ്ങൾ 3 പേരാണ് എന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രധാനപ്പെട്ട പ്രതികരണം വന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന പ്രതികരണം ഉൾപ്പെടെ വന്നത്. അപ്പോൾ കോൺഗ്രസ് അത്തരം ധാരണകൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വന്നാലും കുറെ കൂടി നല്ല ഉറപ്പ് വാങ്ങേണ്ടി വരും ആരായാലും, അല്ലേ? 2 വർഷം കഴിഞ്ഞാണെങ്കിൽ പോലും ആ ഉറപ്പ് എത്രത്തോളം പ്രായോഗികമാകുമെന്നതാണ് കർണാടകയിൽ നിന്ന് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടേം വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു 2.5 വർഷത്തിന് ശേഷം DK ശിവകുമാറിന് കൊടുക്കുക, ആദ്യ ഊഴം സിദ്ധരാമയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഒരു വാഗ്ദാനമായി അങ്ങനെ ഉണ്ട് എന്ന് കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ട് എങ്കിൽ അത് വെറും ഒരു ജലരേഖയായി മാറുന്നു എന്നതാണ് പിൽക്കാല കാഴ്ചയെ
നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥയെ ഇതിൽ പലരും എത്രത്തോളം വിശ്വസിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഈ വിഷ്ണു പ്രസാദ് കൂടി നമുക്ക് പന്ത്രണ്ട്. വിഷ്ണു എന്തോ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കണം. വിഷ്ണു, ഇപ്പോൾ രാവിലെ മുതൽ നടക്കുന്ന ചർച്ചകൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒഫീഷ്യലി അവർ മൈക്കിൽ പറയുന്നത് മാത്രമല്ലോ, നീക്കങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കുറെ കൂടി ധാരണയും വ്യക്തതയും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഏതെങ്കിലും പുതിയ ഫോർമുലയ്ക്കുള്ള സാധ്യതയുണ്ട്? ആർക്കും പ്രശ്നമില്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കണോ? അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഈ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ സംസ്ഥാനത്തുമുള്ളത്. കാരണം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തെരുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ ഫ്ലക്സ് യുദ്ധവുമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവർ MLA-മാരുടെ പിന്തുണയുടെ കണക്കുകളിൽ പോലും ഓരോ പക്ഷവും അല്ലെങ്കിൽ ഓരോ ക്യാമ്പും പറയുന്ന എണ്ണത്തിൽ പോലും വ്യത്യാസമുണ്ട് എന്നാണ് എതിർപക്ഷത്തു നിന്നുള്ള ചില അവകാശവാദങ്ങൾ. എന്തായാലും ഈ അവകാശവാദങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതിന്റെ അന്തിമമായ കണക്ക്, അതായത് MLA-മാരുടെ എണ്ണത്തിലെ അന്തിമമായ കണക്ക് മുൻനിർത്തിയും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഒരു താല്പര്യം മാനിച്ചുകൊണ്ടും ഘടകകക്ഷികൾ നിർണായകമായ ഒരു ഫാക്ടറാണ്. ആ ഘടകകക്ഷികളുടെ കൂടി തീരുമാനത്തെ മാനിച്ചുകൊണ്ടും മാത്രമായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടക്കുക. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്മാറാൻ താല്പര്യം ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്ന ഫോർമുല അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ത്യജിക്കാൻ തയ്യാറായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു നേരിയ തോതിലെങ്കിലും ചിന്താഗതി ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം തന്നെ പിന്നീട് മനസ്സ് മാറ്റി എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇതുവരെ സ്വീകാര്യമെന്ന ഒരു നിലപാടോ അല്ലെങ്കിൽ അത്തരം ഒരു സൂചനയോ ഈ നേതാക്കളുടെ ക്യാമ്പുകൾ ഒന്നും തന്നെ തന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 24 മണിക്കൂറോളമായി ഇവിടെ ഡൽഹിയിൽ ഈ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ചലനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ നിരീക്ഷണത്തിലുടനീളം അവർ ആ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് നേതാക്കളുടെ ക്യാമ്പുകൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. VD സതീശന്റെ ക്യാമ്പായാലും അതോടൊപ്പം തന്നെ KC വേണുഗോപാലുമായി അടുത്ത വൃത്തങ്ങളായാലും അതോടൊപ്പം രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധമുള്ളവരായാലും ഇവരെല്ലാം പറയുന്നത് തങ്ങൾ തീർച്ചയായും 1-ാം നമ്പർ കാറിന് അധികാരപ്പെട്ടവർ തങ്ങളായി തീരും അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കളായി തീരുമെന്നത് തന്നെയാണ്. എന്തായാലും ഇതിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലുമുള്ള പരസ്യമായ വാഗ്വാദങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്കോ അവകാശവാദങ്ങൾക്കോ നേതാക്കൾ തയ്യാറായിട്ടില്ല. ആ പക്വത നേതാക്കൾ എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്, അത് തുടരുകയും ചെയ്യുകയാണ്. പക്ഷേ ഈ ക്യാമ്പുകൾ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ നേരത്തെ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലകൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് സ്വീകാര്യമാണെങ്കിൽ അത് അംഗീകരിക്കാമെന്നൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം ഒരു നിലപാട് നേതാക്കൾക്ക് അല്ലെങ്കിൽ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവർക്ക് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇനിയുള്ളത് ഹൈക്കമാൻഡ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ്. നേരത്തെ ബാലഗോപാൽ സൂചിപ്പിച്ചതുപോലെ തർക്കം രൂക്ഷമായി ഇന്ന് നടക്കുന്ന നിർണായക യോഗത്തിലും തുടരുകയാണ് എങ്കിൽ സ്വാഭാവികമായും സോണിയാഗാന്ധിയുമായി ഈ നേതാക്കൾ ഒരു കൂടിക്കാഴ്ച നടക്കും. അങ്ങനെയെങ്കിൽ ജൻപത് 10ലേക്ക് ഈ ചർച്ചയുടെ വേദി മാറും. അവിടെ സോണിയാഗാന്ധി ആയിരിക്കും ഒരു പക്ഷേ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ സമാശ്വസിപ്പിക്കുന്നതിനുള്ള അവസാന നീക്കം നടത്തുന്നത് അല്ലെങ്കിൽ അവസാന നിർദ്ദേശം നൽകുന്നത്. ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് വിധേയരാകാൻ ഇതിലാരെങ്കിലും നേതാക്കൾ തയ്യാറാവുകയാണെങ്കിൽ തർക്കത്തിന് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കും. എന്തായാലും ഈ തർക്കങ്ങൾ നിലനിന്നാലും ഇല്ലെങ്കിലും ഇന്നത്തോടു കൂടി തന്നെ ഒരു പരിഹാരം, ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകണമെന്ന ദൃഢനിശ്ചയമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുള്ളത്. അതിനായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരിക്കൽ കൂടി ബാലഗോപാൽ സൂചിപ്പിച്ചത് കോട്ട് ചെയ്യുമ്പോൾ വൈകിട്ട് 7 മണിക്ക് ഒരു യോഗം, അവർക്ക് മറ്റു പരിപാടികളുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്ന ദേശീയ നേതാക്കൾക്ക് മറ്റു പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6:30 കൂടി യോഗം അവസാനിക്കുകയും നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി കേരളത്തിന്റെ 16-ാം നിയമസഭയുടെ നേതാവ് ആര് എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം അറിയാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നത്. 6:30 അറിയാൻ കഴിയും. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.